നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ 5ാമത്തെ പാഠമായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ പാർട്ട് 7 കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ്. അപ്പം ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ പാഠത്തിന്റെ പേരിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് ആക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദയവായി കാണാത്തവർ കാണുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലോട്ട് പോകാം. അപ്പം ആദ്യം പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, കൈനറ്റിക് മോളിക്കുലർ തിയറിയാണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ ഒരുപാട് ലോസ് പഠിച്ചു അല്ലേ, നമ്മുടെ ഒരുപാട് ഗ്യാസസ് ലോ പഠിച്ചു. അപ്പൊ ഈ ലോസ് എല്ലാം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വഴി ഓരോരോ സയന്റിസ്റ്റന്മാര് കണ്ടുപിടിച്ചതാണ്. അപ്പം പിന്നെ എന്താ അറിയാമോ, ഇങ്ങനെ പ്രാക്ടിക്കൽ ഈ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയപ്പം അവർക്ക് അറിയേണ്ടത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചിന്തയായി. അപ്പം അതിന് ഉത്തരമായിട്ടാണ് എന്ത് ചെയ്യണേ, ഈ പറഞ്ഞ കൈനറ്റിക് മോളിക്കുലർ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്. ഓക്കെ, പോസ്റ്റ്ലേറ്റ്സ് ആണ്, ഇല്ല അസംഷൻ ആണ്. അപ്പൊ ഓരോരോ കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് അത് ഇന്നത് കൊണ്ടാണ് എന്നുള്ള അസംഷൻ ആണ് പറയണത്. അപ്പൊ നമുക്ക് ഒരു 7 പോസ്റ്റ്ലേറ്റ്സ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ 7 അസംഷൻ പഠിക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ്സിലോട്ട് പോവാം. നോക്കാം നമുക്ക് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് നോക്കിയോ. Gases consist of large number of identical particles that are so small and so far apart. അതായത് ഗ്യാസസ് അല്ലേ, ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്മോൾ ആയിട്ടുള്ള വളരെ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ്. അത് ആറ്റം ആവാം അല്ലെങ്കിൽ മോളിക്യൂൾ ആവാം. ഓക്കെ, ആറ്റം ആവാം, മോളിക്യൂൾ ആവാം. അത്രമാത്രം ചെറിയ വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് സോ ഫാർ അപ്പാർട്ട്, എന്താണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, വളരെ വളരെ ദൂരത്താണ് എന്ത് ചെയ്യണേ ഈ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പം ആറ്റമോ മോളിക്യൂളോ പോലത്തെ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല എന്താണ്, ഇവയെല്ലാം വളരെ വളരെ ദൂരെയാണ് ഇരിക്കുന്നത്. സോ ഫാർ അപ്പാർട്ട് സച്ച് ദാറ്റ് ദ ആക്ച്വൽ വോളിയം ഓഫ് പാർട്ടിക്കിൾ ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ദ സ്പേസസ് ബിറ്റ്വീൻ ദം. അപ്പൊ ഇവർ നല്ല ദൂരെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ദൂരെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വോളിയം നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഈ നല്ല ദൂരത്തിലിരിക്കുന്നേ, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവരെ വോളിയം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നെഗ്ലിജിബിൾ ആണ്, നമുക്ക് കണക്കാക്കാൻ മാത്രം ഇല്ല. എന്തിനു വെച്ച് കമ്പയർ ചെയ്യുമ്പം, അവർക്കിടയിലുള്ള സ്പേസസ് കമ്പയർ ചെയ്യുമ്പം, അതായത് 2 മോളിക്യൂൾ ഇവിടെ ഇരിക്കുമ്പോഴുണ്ട്. ഓക്കെ, നല്ല ദൂരമല്ലേ. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ 2 പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര കൺസിഡർ ചെയ്യാൻ മാത്രം ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും അല്ലേ, ഈ ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ വോളിയം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ എന്ന് മാത്രമാണ് എന്ത് ചെയ്യണേ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സിൽ പറയണേ. ഒരു കൂടെ, gases consist of large number of identical particles, അല്ലെ ഒരുപോലത്തെ പാർട്ടിക്കിൾ ആണ്. എന്തുകൊണ്ടാവാം, ആറ്റംസ് ആവാം അല്ലെങ്കിൽ മോളിക്യൂൾ ആവാം. that are so small and so far apart, വളരെ ചെറുതുമാണ്, മാത്രമല്ല വളരെ ദൂരെയുമാണ്. such that the actual volume of particle is negligible. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇവിടെ പാർട്ടിക്കിൾസിന്റെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലിജിബിൾ ആയിട്ട് കളയാം, ഉപേക്ഷിക്കാം. ഇൻ കമ്പാരിസൺ വിത്ത് ദ സ്പേസസ് ബിറ്റ്വീൻ ദം, ശരിക്കും പറഞ്ഞാൽ അതിനിടയ്ക്കുള്ള എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അതിന്റെ കൂടെ പറയുന്നതാണ് ദേ ആർ കൺസിഡർഡ് ആസ് പോയിന്റ് മാസസ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗ്യാസ് പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും, അതിനെ പോയിന്റ് മാസസ് ആണ്. ആ ഒരു പോയിന്റിലുള്ള ചെറിയ മാസ് ആയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യത്തുള്ളൂ. ദേ ആർ കൺസിഡർഡ് ആസ് പോയിന്റ് മാസസ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു അസംഷൻ അറിയണ്ടേ, നോക്കാം നമുക്ക്. ഈ അസംഷൻ, ദിസ് അസംഷൻ ഗീവ്സ് എക്സ്പ്ലനേഷൻ ഓഫ് ഗ്രേറ്റർ കംപ്രസിബിലിറ്റി ഓഫ് ഗ്യാസസ്. ഇതൊക്കെയാണ് ഈ ഒരു അസംഷൻ നമുക്ക് എന്ത് ചെയ്യും, ഗ്യാസസ് എന്തുകൊണ്ടാണ് ഇത്രയും ഹൈലി കംപ്രസിബിൾ ആയത് എന്നതിന് ഉത്തരം നമുക്ക് എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് അസംഷൻ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഫസ്റ്റ് അസംഷൻ മനസ്സിലാക്കണം, എന്താണ് ഗ്യാസസിന്റെ ഹൈലി കംപ്രസിബിലിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യണേ ഫസ്റ്റ് അസംഷൻ കൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഇതെല്ലാം പോയിന്റ് മാസസ് ആണ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ആറ്റംസോ മോളിക്യൂൾസോ ഉള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ഇവരെന്താണ് വളരെ ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെ വോളിയം എന്ന് പറയുമ്പം ഇതിനിടയ്ക്കുള്ള സ്പേസസ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നെഗ്ലിജിബിൾ ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാം, ദേ ആർ പോയിന്റ് മാസസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് അസംഷൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യും, അതിന്റെ ഗ്യാസസിന്റെ ഗ്രേറ്റർ കംപ്രസിബിലിറ്റി ഓഫ് ഗ്യാസസ് ആണ് നമുക്ക് എന്ത് ചെയ്യണേ ഫസ്റ്റ് അസംഷൻ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത എക്സ്പ്ലനേഷൻ അടുത്ത പോസ്റ്റ്ലേറ്റ്സ് പോവാം, മാറ്റിയാണേ. നോക്കാം നമുക്ക് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് നോക്കാം. there is no force of attraction between the particles at normal temperature and pressure. അതായത്
നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും ഞാൻ ഈ പറഞ്ഞ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇല്ലേ അവർക്കിടയിൽ എന്താണില്ല ഒരു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കാണില്ല. അതായത് നമ്മൾ സാധാരണ ടെമ്പറേച്ചർ പ്രഷറിൽ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കുറെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഗ്യാസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, ആ ഗ്യാസിലെ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യില്ല പരസ്പരം അട്രാക്ട് ചെയ്യില്ല. അവർ തമ്മിൽ എന്തില്ല ഒരു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ഒരു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ഓക്കെ, എപ്പോഴാണ് ടെമ്പറേച്ചർ പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം മാറ്റാതിരിക്കണം, അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കണം ഈ അവസ്ഥയിൽ. ഓക്കെ, അപ്പം ഈ ഇങ്ങനെ ഒരു അസംഷൻ കൊണ്ടുവരാൻ എന്താണ് കാരണം അത് നോക്കാൻ എന്താണെന്ന്, അത് എന്തിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഗ്യാസ് എക്സ്പാൻഡ് ആൻഡ് ഒക്യുപ്പൈ ആൾ ദി സ്പേസ് അവൈലബിൾ ടു ദ പാർട്ടിക്കിൾ. അതായത് എന്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്, ഗ്യാസ് എന്തെങ്കിലും അറിയാമോ, നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഒരു കണ്ടെയ്നർ എടുത്ത് എന്ത് ചെയ്യും, അത് പരമാവധി എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും. ഗ്യാസിനെ കൊണ്ട് ആ പാർട്ടിക്കിൾസിനെ കൊണ്ട് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റൂ അത്രത്തോളം എന്ത് ചെയ്യും അത് എക്സ്പാൻഡ് ചെയ്ത് തമ്മിൽ ദൂരെ പോയി നിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും ഒരു കണ്ടെയ്നറിന്റെ മാക്സിമം വോളിയം എന്ത് ചെയ്യും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കും അല്ലേ. ഞാൻ എന്താ ഇത്ര ചെറിയ ബോക്സിൽ കുറച്ച് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതേ ഗ്യാസിനെ എടുത്ത് എന്ത് ചെയ്യണം ഞാൻ ഒരു വലിയ ബോക്സിലാക്കിയ അതിന്റെ വോളിയം എന്താവും ഇത്രയും വലിയ വോളിയം ആവും. കാരണം എന്താണ് ഈ ഗ്യാസ് എന്ത് ചെയ്യും ഇവിടെ എല്ലാം കൂടെ ചുരുങ്ങി വെച്ചോ എടുക്കുമ്പോൾ എന്ത് ചെയ്യും അത് മാക്സിമം ദൂരെ പോയി എന്ത് ചെയ്യും ആ വോളിയം ഫുള്ളോടെ എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും. അത്രയും വോളിയം എന്ത് ചെയ്യും വികസിച്ച് നിൽക്കാൻ ശ്രമിക്കും. അതാണ് പറഞ്ഞ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും ആൻഡ് ഒക്യുപ്പൈ ആൾ ദി സ്പേസ്. അതിന് കിട്ടുന്ന അത്രയും സ്പേസ് എന്ത് ചെയ്യും അത് ഒക്യുപ്പൈ ചെയ്യും അവൈലബിൾ ടു ദം. ഓക്കെ, അപ്പം ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് തരുന്നത്, there is no force of attraction between the particles. ഓക്കെ, അപ്പൊ അടുത്ത പോസ്റ്റുലേറ്റ് പോവാം. നോക്കാം നമുക്ക് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് നോക്കിയോണേ. പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസസ് ആർ ആൾവേസ് ഇൻ കോൺസ്റ്റന്റ് ആൻഡ് റാൻഡം മോഷൻ. നോക്കിയോ, ഗ്യാസസിന്റെ പാർട്ടിക്കിൾസ് ഇല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പാർട്ടിക്കിൾസ് അത് സദാസമയം എപ്പോഴും എന്ത് ചെയ്യും റാൻഡം മോഷനിലായിരിക്കും, കോൺസ്റ്റന്റ് മോഷനിലായിരിക്കും, ഒരേപോലെ റാൻഡം ആയിട്ട് എന്ത് ചെയ്യും മോഷനിലായിരിക്കും. എന്തില്ല ഒരിക്കലും നിൽക്കില്ല. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അത് എന്തിന്റെ അസംപ്ഷൻ ആണ് നോക്കാം. നോക്കിയാണേ, if the particles were at rest and occupied a fixed position, then gases would have definite shape which is not observed. അതായത് അഥവാ ഈ പാർട്ടിക്കിൾസ് ഒന്നും മൂവ് ചെയ്യാതെ ഒരിടത്ത് തന്നെ റെസ്റ്റ് എടുക്കണമെന്ന് വെച്ചോ. ഇപ്പൊ ഈ പാർട്ടികൾ റെസ്റ്റ് എടുക്കണം, അപ്പൊ എന്ത് ചെയ്യും അടുത്ത പാർട്ടി റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്ത് എന്ത് ചെയ്യും അറിയാമോ, അവിടെ തന്നെ നിൽക്കുമ്പോ എന്ത് ചെയ്യും അനങ്ങാതെ നിൽക്കുകയല്ലേ, അനങ്ങാതെ ഒരിടത്ത് തന്നെ നിൽക്കുമ്പോ എന്ത് ചെയ്യും അതിന് അങ്ങനെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. അവിടെ തന്നെ നിൽക്കുകയല്ലേ, എല്ലാ പാർട്ടിക്കിൾസും അനങ്ങാതെ അവിടെ തന്നെ നിന്ന് സംഭവിക്കും, അവിടെ ഒരു ഷേപ്പ് ഉറപ്പായിട്ട് എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഗ്യാസിന് ഷേപ്പ് ഉണ്ടോ ഇല്ല. അപ്പൊ അതിനകത്ത് എന്താണ് അത് അവിടെ നിൽക്കില്ല. അപ്പൊ ഇതാണെന്ത് ആ തിയറി പറയണേ, പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസസ് ആർ ആൾവേസ് ഇൻ കോൺസ്റ്റന്റ് ആൻഡ് റാൻഡം മോഷൻ. എപ്പോഴും എന്ത് ചെയ്യും അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് റാൻഡം മോഷനിലായിരിക്കും, ഒരിക്കലും എന്ത് ചെയ്യില്ല നിൽക്കില്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, ഗ്യാസസിന് ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. അപ്പൊ ഗ്യാസസിന്റെ ഡെഫിനറ്റ് ഷേപ്പ് ഇല്ലാത്തതിന്റെ കാരണമാണ് എന്ത് ചെയ്യണേ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നവര്. ഓക്കെ, കാരണം എന്താണ്, അഥവാ പാർട്ടിക്കിൾസ് റെസ്റ്റിലായിരുന്നുവെങ്കിൽ മാത്രമല്ല റെസ്റ്റിലാകുമ്പോൾ എന്ത് ചെയ്യും ഒരു ഫിക്സഡ് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യും. അങ്ങനെ ചെയ്യാൻ സംഭവിച്ചാൽ ഗ്യാസസിന് ഒരു ഡെഫിനറ്റ് ഷേപ്പ് വന്നേനെ വിച്ച് ഇസ് നോട്ട് ഒബ്സർവ്ഡ്. അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ത് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ആർ റാൻഡം മോഷനിലാണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അടുത്തിലോട്ട് പോവാം. മാക്കണേ നോക്കാം നമുക്ക് നാലാമത്തെ പോസ്റ്റുലേറ്റ് നോക്കിയോളൂ. പാർട്ടിക്കിൾസ് മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ആൾ പോസിബിൾ ഡയറക്ഷൻ. നോക്കിയാണേ, ഞാൻ ഈ പറഞ്ഞില്ലേ ഗ്യാസ് പാർട്ടിക്കിൾസ് എപ്പോഴും റാൻഡം മോഷനിലാണെന്ന്. ഇങ്ങനെ റാൻഡം മോഷൻ എന്താണ്, അത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ എന്ത് ചെയ്യും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, അല്ലാതെ ഇങ്ങനെ വളഞ്ഞ് അങ്ങനെയല്ല. എപ്പോഴും എന്ത് ചെയ്യും നമ്മൾ ഏത് ഡയറക്ഷനിലാണ് പോണ ആ ഡയറക്ഷൻ എന്ത് ചെയ്യും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ ഏതൊക്കെ വഴിയിൽ പോകാൻ പറ്റുമോ എല്ലാ വഴിയിലും എന്ത് ചെയ്യും ഇവര് പോവും. ഓക്കെ, ഡ്യൂറിങ് മോഷൻ അങ്ങനെ പോകുന്ന സമയത്ത് ഡ്യൂറിങ് മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. എന്ത് ചെയ്യും പരസ്പരം എന്ത് ചെയ്യും ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും ഉറപ്പായിട്ടും കൊളൈഡ് ചെയ്യും. ഇങ്ങനെ പോണ സമയത്ത് എന്ത് ചെയ്യും പരസ്പരം കൊളൈഡ് ചെയ്യും, പരസ്പരം കൂട്ടിയിടിക്കും. ആൻഡ് ആൾസോ വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. പരസ്പരം മാത്രമല്ല എന്ത് ചെയ്യും ഏത് കണ്ടെയ്നറിലാണ് എടുത്തത് ആ കണ്ടെയ്നറിന്റെ വാൾസിൽ എന്ത് ചെയ്യും പോയിടിക്കും. ഒരു ഉദാഹരണത്തിന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെയാണേ, ഇപ്പൊ നമ്മളൊരു പാർട്ടികൾ എടുത്തു, ഈ പാർട്ടികൾ എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും റാൻഡം മോഷൻ. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോയി ഇടിച്ച്, അപ്പൊ എന്ത് ചെയ്യും അവിടെ എത്തി, പിന്നെ നിൽക്കില്ല അടുത്ത പോയി ഇടിക്കും, ഇവിടെ ഇടിക്കും, പിന്നെ എന്ത് ചെയ്യും അടുത്ത പോകും, പിന്നെ പോയി ഇടിക്കും, പിന്നെ ഇങ്ങനെ പോകും. അങ്ങനെ എന്ത് ചെയ്യും പരസ്പരം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്യും ആ പറഞ്ഞ മോഷൻ നടന്നുകൊണ്ടേയിരിക്കും.
സ്ട്രെയിറ്റ് ലൈൻ എന്ത് ചെയ്യും മാത്രമല്ല പരസ്പരം കൂട്ടിയിടിക്കും. അത് പോരാഞ്ഞിട്ട് കണ്ടെയ്നറിന്റെ വാൾസിലും പോയി ഇടിക്കും. ഓക്കെ, പ്രഷർ ഈസ് ക്രിയേറ്റഡ്. അങ്ങനെ എന്ത് ചെയ്യും? പ്രഷർ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെ? ആസ് എ റിസൾട്ട് ഓഫ് ദി കൊളിഷൻ വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിന്റെ വാൾസിൽ പോയി ഇടിക്കൂലേ, അങ്ങനെ ഇടിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താണ്? ഓരോ തവണ ഇടിക്കുമ്പോൾ എന്താണ്? ഒരു ഫോഴ്സ് കൊടുക്കും അല്ലേ? അപ്പൊ ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്ത്? നമ്മുടെ പ്രഷർ. അപ്പൊ ഓരോ തവണ ഇടിക്കുമ്പോൾ എന്താണ്? ഓരോ തവണ ഫോഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യണേ? ഗ്യാസസിന് പ്രഷർ ഉണ്ടാവുന്നേ. ഒരു കൂടി അപ്പൊ ഗ്യാസസിന്റെ പ്രഷർ എങ്ങനെ ഉണ്ടാവുന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പാർട്ടിക്കിൾസ് മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ in all possible direction. During motion they collide with each other and also with the walls of the container. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ? പ്രഷർ ക്രിയേറ്റ് ചെയ്യണേ. പ്രഷർ is created as a result of the collision with the walls of the container. എന്ത് ചെയ്യും? ഈ പറഞ്ഞ കണ്ടെയ്നറിന്റെ വാൾസിൽ ഇടിക്കുന്നതാണ് എന്ത് ചെയ്യണേ? അവിടെ ഒരു പ്രഷർ ഗ്യാസസിന് എന്തുണ്ടാവുന്നേ? പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നേ. അപ്പൊ ഗ്യാസസ് എന്തുകൊണ്ടാണ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നേ? വാൾസിൽ പോയി കൂട്ടിയിടിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത പോസ്റ്റുലേറ്റ് നോക്കാം നമുക്ക് അടുത്ത പോസ്റ്റുലേറ്റ് അഞ്ചാമത്തെ അല്ലേ? നോക്കാം. കൊളിഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. അതായത് ഇവരുടെ ഈ പറഞ്ഞ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ കൊളിഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി ഇവർ ഇടിക്കുന്നതിന് മുമ്പും ശേഷവും ഇവർക്ക് എന്തുമാത്രം എനർജിയാണോ ടോട്ടലി ഉണ്ടായിരുന്നത് അതെന്ത് ചെയ്യത്തില്ല? കുറയത്തുമില്ല കൂടത്തുമില്ല. ഉദാഹരണത്തിന് രണ്ട് മോളിക്യൂൾ തമ്മിൽ ഇടിക്കാൻ പോവുകയാണ്. ഒരു മോളിക്യൂളിന്റെ എനർജി ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണേ, 10 ജൂൾ ഉണ്ടെന്ന് വെച്ചോ. 10 ജൂൾ ഉണ്ട്, 10 എനർജി ഉണ്ട്. അപ്പുറത്തെ അതിന് ഒരു 5 ജൂൾ എനർജി ഉണ്ട്. ഓക്കെ, അപ്പൊ മൊത്തം എത്രയുണ്ട്? മൊത്തം 15 അല്ലേ? അപ്പം ഇടിക്കുന്നതിന് മുമ്പ് 15 ഉണ്ട്. ഇടിച്ചു കഴിഞ്ഞാലും ഇവരുടെ എനർജി എന്തായിരിക്കും? ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി 15 തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയണേ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇവരുടെ എനർജി കൂടത്തുമില്ല കുറയത്തുമില്ല. ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി ആണ്, ഒരു പാർട്ടിക്കിളിന്റെ അല്ല, ഈ രണ്ട് പാർട്ടിക്കിളിന്റെയും ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യില്ല? കൂടത്തുമില്ല കുറയത്തുമില്ല. ഓക്കെ, അങ്ങനെയാണ് ഒരു പാർട്ടിക്കിളിന്റെ നോക്കാൻ എന്താണെന്ന് there may be exchange of energy between the particle. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ എനർജി ക്യാൻ ബി ചേഞ്ച്ഡ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യില്ല? ഒരിക്കലും മാറില്ല. ഇപ്പൊ നമുക്ക് ഇടിക്കുന്നതിന് മുമ്പ് 15 ആണെങ്കിൽ ഇടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? 15 തന്നെ ആകും. പക്ഷേ ഇവരെന്ത് ചെയ്യും? പരസ്പരം എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഇടിക്കുന്നതിന് മുമ്പ് ഇതിന് 10, ഇതിന് 5, ഇടിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കാൻ അറിയാമോ? ഇതാകുമ്പോൾ 13 ആയി പോകും. ഉദാഹരണം 13 ആവും. അപ്പൊ എന്ത് ചെയ്യും? അവിടെ എന്താവും? 2 ആവും. അപ്പൊ എത്ര? ടോട്ടൽ വീണ്ടും 15 തന്നെ. പക്ഷെ എനർജി എന്ത് ചെയ്ത് അങ്ങോട്ടും അങ്ങോട്ടും എന്ത് ചെയ്യും? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന് 5ഉം അത് 10ഉം ആവാം. പരസ്പരം എന്ത് ചെയ്യാം? എക്സ്ചേഞ്ച് ചെയ്യാം. എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ അവരുടെ എന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ എനർജി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. പക്ഷേ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യില്ല? കൂടത്തുമില്ല കുറയത്തുമില്ല. ഓക്കെ, there may be exchange of energy between the particle, ഇൻഡിവിജ്വൽ എനർജി ക്യാൻ ബി ചേഞ്ച്ഡ്. പരസ്പരം എന്ത് ചെയ്യാം? എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, എന്തുവേണം ചെയ്യാം. ബട്ട് ടോട്ടൽ എനർജി റിമെയിൻഡ് കോൺസ്റ്റന്റ്. പക്ഷെ എന്ത് ചെയ്യണം? ടോട്ടൽ എനർജി എന്തായിരിക്കണം? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇടിക്കുന്നതിന് മുമ്പ് എത്രയാണോ അവരുടെ കൊളിഷൻ എനർജി അതെന്തായിരിക്കണം? കൊളിഷന് ശേഷവും ആ എനർജി തന്നെ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആയിരിക്കണം, മാറാൻ പാടില്ല. അതുകൊണ്ട് എന്ത് പറയണേ? അതിനാണ് എന്ത് വിളിക്കുന്നത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. അവർ എനർജി എന്ത് ചെയ്യില്ല? ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യില്ല? കുറയുകയും കൂടുകയില്ല. ഇനി അഥവാ ഇടിച്ചിടിച്ച് പരസ്പരം ഇടിച്ചിടിച്ച് എനർജി കുറയണമെന്ന് വെച്ചോ. അങ്ങനെയാണല്ലോ നമ്മളൊരു വണ്ടി ആയാലും പരസ്പരം ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇടിക്കുമ്പോൾ എനർജി കുറയും, അത് സ്റ്റോപ്പ് ആവും. പക്ഷെ ഇവിടെ ഗ്യാസസ് പാർട്ടിക്കിള് അങ്ങനെ ഇടിച്ച് ഇഫ് കൈനറ്റിക് എനർജി ഓഫ് ഈസ് ലോസ്ഡ്, അങ്ങനെ ഇടിച്ചിട്ട് എന്ത് ചെയ്യണം? കൈനറ്റിക് എനർജി കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞു നശിച്ചു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? മോഷൻ വിൽ സ്റ്റോപ്പ് അല്ലേ? ഉറപ്പായിട്ട് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി ഇടിച്ചത് കാരണം കൈനറ്റിക് എനർജി കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുറഞ്ഞ് എന്ത് ചെയ്യും? അവസാനം ഒരിക്കലും എന്ത് ചെയ്യും? മോഷൻ ഇല്ലാതാവും. ആ മോഷൻ അങ്ങനെ നിന്ന് പോകും. പക്ഷെ വിച്ച് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. അങ്ങനെ എപ്പോഴും സംഭവിക്കുമോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അല്ലേ? അങ്ങനെ അഥവാ അതെന്ത് ചെയ്യണം? നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ? ഫിക്സഡ് ഷേപ്പ് ഉണ്ടാവും. അതൊരിക്കലും സാധിക്കില്ല. അപ്പൊ എന്താണ് ഇവിടെ പറയണേ? കൊളിഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആർ എലാസ്റ്റിക്. ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന്. എന്താണ്
collision between gas particles are elastic in nature. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ പറയാം? ടോട്ടൽ എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ ഈസ് സെയിം. എന്താണ്? ഗ്യാസ് പാർട്ടിക്കിൾസ് പരസ്പരം ഇടിക്കുന്നതിന് മുമ്പുള്ള എനർജിയും ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി ആണ്, ശേഷമുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും? ഈക്വൽ ആയിരിക്കും, മാറില്ല. ബട്ട് there may be exchange of energy between the particle. പരസ്പരം എന്ത് ചെയ്യാം? എനർജി അങ്ങോട്ടോ അങ്ങോട്ടോ കൊടുക്കാൻ പറ്റും. ഇൻഡിവിജ്വൽ എനർജി ക്യാൻ ബി ചേഞ്ച്. ഞാൻ പറഞ്ഞില്ലേ, ഇടിക്കുന്നതിന് മുമ്പ് എത്രയായിരുന്നോ അതിന്റെ എന്ത് ചെയ്യാം? വാല്യൂ ചെയ്യാം, ചേഞ്ച് ഉണ്ടാവാം. പക്ഷേ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യില്ല? മാറില്ല. ഇഫ് കൈനറ്റിക് എനർജി ഈസ് ലോസ്ഡ്, അവരുടെ എനർജി അഥവാ ഇടിച്ചിടിച്ച് കുറഞ്ഞ് അവസാനം മൊത്തത്തിൽ പോവുകയാണെങ്കിൽ മോഷൻ വിൽ സ്റ്റോപ്പ്. എന്ത് ചെയ്യും? ഉറപ്പായിട്ട് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ തന്നെ നിൽക്കും. വിച്ച് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. അങ്ങനെ ഒരു സംഭവം നടക്കില്ല. ഓക്കെ, അടുത്ത പോസ്റ്റുലേറ്റ് നോക്കാം. ആറാമത്തത് നോക്കണേ. നോക്കാം നമുക്ക് ആറാമത്തെ പോസ്റ്റുലേറ്റ്. നോക്കിയോ, ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവ് ഡിഫറെന്റ് സ്പീഡ്, സോ ഡിഫറെന്റ് കൈനറ്റിക് എനർജി. അതായത് നമ്മൾ ഈ പറഞ്ഞ ഓരോ പാർട്ടിക്കിൾസിനല്ലേ, പാർട്ടിക്കിൾസ് മോഷൻ ആണെന്ന് പറഞ്ഞില്ലേ, ഈ ഓരോ മോഷനിലുള്ള ഓരോ പാർട്ടിക്കിൾസിനും അതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? വേറെ വേറെ ആയിരിക്കും. ഒരു പാർട്ടിക്കിളിന്റെ സ്പീഡ് ആയിരിക്കണമെന്നില്ല മറ്റൊരു ഗ്യാസ് പാർട്ടിക്കിളിന്റെ സ്പീഡ് എന്ന് പറയണേ. അപ്പൊ സ്പീഡ് വേറെ എന്ത് സംഭവിക്കും? സോ ഡിഫറെന്റ് കൈനറ്റിക് എനർജി. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? വേറെ വേറെ ആയിരിക്കും. അതായത് ഓരോ ഗ്യാസ് പാർട്ടിക്കിളിനും ഓരോ സ്പീഡാണ്. അപ്പൊ എന്ത് ചെയ്യും? ഓരോ കൈനറ്റിക് എനർജി. ഒരെണ്ണത്തിന്റെ സ്പീഡ് അല്ല മറ്റതിന്, അപ്പൊ ഇതിന്റെ കൈനറ്റിക് എനർജി അല്ല അടുത്തതിന്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഡിഫറെന്റ് പാർട്ടിക്കിൾ ഹാവ് ഡിഫറെന്റ് സ്പീഡ്. എന്ത് ചെയ്യും? ഓരോരോ ഗ്യാസ് പാർട്ടിക്കിളിനും ഓരോരോ സ്പീഡാണ്. സോ ഡിഫറെന്റ് കൈനറ്റിക് എനർജി. ഓക്കെ, അടുത്ത് നോക്കാം. ഈവൻ ഇഫ് അറ്റ് ഇനിഷ്യൽ സെയിം സ്പീഡ്, തുടക്കത്തിൽ സെയിം സ്പീഡ് ആണെങ്കിൽ പോലും, തുടക്കത്തിൽ നമ്മൾ ഗ്യാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചോ, മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ആ സമയത്ത് എന്താണ്? എല്ലാത്തിനും ഒരേ സ്പീഡാണ് സങ്കല്പിച്ചോ. അങ്ങനെയാണെങ്കിൽ കൂടി ഡ്യൂ ടു കൊളിഷൻ സ്പീഡ് ചേഞ്ചസ്. എന്ത് ചെയ്യും? തമ്മിൽ ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ സ്പീഡ് എന്ത് ചെയ്യും? ചേഞ്ച് സംഭവിക്കും. കൂടി ഈവൻ ഇഫ് അറ്റ് ഇനിഷ്യൽ സ്പീഡ്, തുടക്കത്തില് ഒരേ സ്പീഡ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും? ഡ്യൂ ടു കൊളിഷൻ സ്പീഡ് ചേഞ്ചസ്. എന്ത് ചെയ്യും? കൊളിഷൻ കാരണം എന്ത് ചെയ്യും? ഇവരുടെ സ്പീഡ് എന്ത് ചെയ്യും? ചേഞ്ച് ഉണ്ടാവും. അതായത് സോ സ്പീഡ് ചേഞ്ചസ് കോൺസ്റ്റന്റ്ലി. അപ്പൊ എല്ലാ തവണ ഇടിക്കുന്നവർ എന്ത് ചെയ്യും? സ്പീഡ് എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കുകയല്ലേ. അപ്പൊ സ്പീഡ് എന്ത് ചെയ്യില്ല? ഒരു ഗ്യാസ് പാർട്ടിക്കലിന്റെ സ്പീഡ് എന്ത് ചെയ്യില്ല? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തില്ല, അത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഓരോ തവണ എന്ത് ചെയ്യണം? അത് ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ ഇടിക്കുന്നുണ്ട്, അതിന്റെ വാൾസ് തമ്മിൽ ഇടിക്കുന്നുണ്ട് അല്ലേ. എന്താണ്? സോ സ്പീഡ് ചേഞ്ചസ് കോൺസ്റ്റന്റ്ലി. അടുത്ത നോക്കാം. അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, നമ്മൾ പറയുന്ന ടെമ്പറേച്ചറിലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് ഈവൻ ദോ ഇൻഡിവിജ്വൽ സ്പീഡ് ഈസ് ഡിഫറെന്റ്. ഓരോ ഗ്യാസ് പാർട്ടിക്കിളിന്റെയും സ്പീഡ് എന്ന് പറഞ്ഞാൽ വേറെ വേറെ ആണെങ്കിൽ പോലും നമ്മൾ എടുക്കാൻ പോകുന്ന ടെമ്പറേച്ചറിൽ അവരുടെ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കോൺസ്റ്റന്റ്. ഓരോ ഗ്യാസ് പാർട്ടിക്കിളിന്റെയും സ്പീഡ് വേറെ വേറെ ആണെങ്കിൽ പോലും നമ്മൾ പറയാൻ പോണ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറിൽ എന്താണ്? അവരുടെ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അടുത്ത പോസ്റ്റുലേറ്റ് നോക്കാം നമുക്ക്. ഏഴാമത്തെ പോസ്റ്റുലേറ്റ്, ലാസ്റ്റ് പോസ്റ്റുലേറ്റ് ആണ്. ഡ്യൂ ടു വേരിയബിൾ സ്പീഡ് വേരിയബിൾ കൈനറ്റിക് എനർജി. നോക്കിയാണേ, ഞാൻ ഈ പറഞ്ഞില്ലേ ഗ്യാസ് പാർട്ടിക്കിൾസിനെല്ലാം സ്പീഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, അത് വേരിയബിൾ ആണെന്ന്. അങ്ങനെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി അതനുസരിച്ച് എന്ത് ചെയ്യണം? മാറിക്കൊണ്ടിരിക്കണം. അതാണ് ആദ്യം പറഞ്ഞത്. ഡ്യൂ ടു വേരിയബിൾ സ്പീഡ് വേരിയബിൾ കൈനറ്റിക് എനർജി. അടുത്ത നോക്കാം. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് കൺസിഡർ. അതായത് ഇങ്ങനെ ഓരോ തവണ കൈനറ്റിക് എനർജി മാറിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് കൈനറ്റിക് എനർജി മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഓൺലി ആവറേജ് കൈനറ്റിക് എനർജി ഈസ് കൺസിഡേർഡ്. ഇനി നോക്കിയാണേ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഈ പറഞ്ഞ ഓരോ പാർട്ടിക്കിൾസിന്റെയും സ്പീഡ് അപ്പൊ ആര് ഡിപ്പെൻഡ് ചെയ്യും? അവിടുത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ സ്പീഡ് കൂടുന്നതാണ് ഇവിടെ എഴുതിക്കണം അല്ലേ. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടി എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടി എന്ത് സംഭവിക്കും? അതിന്റെ സ്പീഡും കൂടും. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ സ്പീഡ് ഓഫ് മോഷൻ സ്പീഡ് കൂടും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആവറേജ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. കാരണം എന്താണ്?
ടെമ്പറേച്ചർ കൂടിയ കൈനറ്റിക് എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടിയ സ്പീഡ് കൂടും. ഓക്കെ, ഓൺ ഹീറ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഞാൻ എന്ത് അറിയാമോ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴ് പ്രഷർ ഇൻക്രീസസ്, അപ്പോഴെന്ത് സംഭവിച്ചു, പ്രഷർ കൂടി. ഇതൊക്കെയാണ് കോൺസ്റ്റന്റ് വോളിയം ആക്കി വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഹീറ്റ് ചെയ്യാൻ ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, പ്രഷർ കൂടും. അത് എങ്ങനെ നോക്കാം, ആസ് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ്, എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടിയ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ എന്ത് ചെയ്യും, ആൻഡ് ദസ് സ്ട്രൈക്ക് ദ വാൾസ് മോർ ഫ്രീക്വന്റ്ലി. അപ്പൊ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഒരുപാട് തവണ എന്ത് ചെയ്യും, കണ്ടെയ്നറിന്റെ വാൾസിൽ പോയി ഇടിക്കും. ഉദാഹരണത്തിന് ഇങ്ങനെ ആദ്യം ടെമ്പറേച്ചർ കൂട്ടുന്നതിന് മുമ്പ് വളരെ പതുക്കെ മൂവ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പോഴും വല്ലപ്പോഴും എന്ത് ചെയ്യണേ, വളരെ പതുക്കെ എന്ത് ചെയ്യുള്ളൂ, കണ്ടെയ്നറിന്റെ വാൾസിൽ പോയി ഇടിക്കത്തുള്ളൂ. അപ്പൊ കുറച്ച് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇനി ടെമ്പറേച്ചർ കൂടി എന്ത് ചെയ്യും, അത് സ്പീഡ് കൂടും. അപ്പൊ എന്ത് ചെയ്യും, പ്രവറായി ഇപ്പൊ എന്ത് ചെയ്യും, ഇടിക്കാൻ തുടങ്ങും അല്ലേ. വീണ്ടും അവിടെ പോയി ഇടിക്കുന്നു എന്ത് ചെയ്യുമ്പോൾ കാരണം സ്പീഡ് കൂടുമല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ നിൽക്കില്ല, ഭയങ്കര സ്പീഡിന് പോയി ഇടിക്കും. ഓരോ തവണ ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ടോട്ടൽ ഫോഴ്സ് കൂടും. അപ്പൊ എന്ത് ചെയ്യും, പ്രഷർ കൂടും. ഓക്കെ, അതാണ് ലാസ്റ്റ് പോയിന്റ് പറയണേ. ഡ്യൂ ടു വേരിയബിൾ സ്പീഡ് വേരിയബിൾ കൈനറ്റിക് എനർജി, സ്പീഡ് മാറുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി മാറും. അതുകൊണ്ട് വേരിയബിൾ കൈനറ്റിക് എനർജി ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് കൈനറ്റിക് എനർജി മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇനി ആവറേജ് കൈനറ്റിക് എനർജി ആരെ ഡിപെൻഡ് ചെയ്യും, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടിയ കൈനറ്റിക് എനർജി കൂടും, സ്പീഡ് കൂടും. ഓൺ ഹീറ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്രഷർ ഇൻക്രീസസ് ആസ് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ് ആൻഡ് thus strike the wall more frequently. Okay, അപ്പൊ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല, ഒന്ന് ഓർഡർ ആക്കി മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എന്തൊക്കെയാണ് നോക്കാം, ഇതൊന്ന് മാറ്റി എക്സ്പ്ലെയിൻ ചെയ്ത്. ഓക്കെ, ഒന്ന് ഓട്ടിച്ച് പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, ജസ്റ്റ് പറഞ്ഞുതരാം. ഇതൊക്കെയാണ് എന്താണ് ആദ്യം പറഞ്ഞ പാർട്ടിക്കിൾസ് എല്ലാം സ്മോൾ ആണ്. അപ്പൊ എന്ത് ചെയ്യും, മാത്രമല്ല വളരെ ദൂരെ പോയി നിൽക്കും. നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും, അതിനെ പോയിന്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതൊക്കെയാണ് അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേ, റാൻഡം മോഷനിലാണ്. എപ്പോഴും എന്ത് ചെയ്യും, എപ്പോഴും മോഷനിലാണ്. ഒരിടത്ത് സംഭവിക്കും, ഫിക്സഡ് ഷേപ്പ് ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ നിൽക്കത്തില്ല, എപ്പോഴും റാൻഡം മോഷനിലാണ്. അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെ മോഷൻ സമയത്ത് എന്ത് ചെയ്യും, അത് കൊളൈഡ് ചെയ്യും, പരസ്പരം കൊളൈഡ് ചെയ്യും. മാത്രമല്ല ഇവിടെ കൊളൈഡ് ചെയ്യും, പരസ്പരം കൊളൈഡ് ചെയ്യും, വാൾസിലും കൊളൈഡ് ചെയ്യും. അവിടെ എന്ത് ചെയ്യും, പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതെന്താ പറഞ്ഞേ, ഇങ്ങനെ ഇരിക്കുന്ന കൊളിഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി മാറില്ല. മാത്രമല്ല നേരത്തെ പറഞ്ഞേ, അവരുടെ സ്പീഡ് വേറെ വേറെയാണ്. അവിടെ ഡിഫറെന്റ് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ഇനി കൈനറ്റിക് എനർജിയോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇത്രേ ഉള്ളൂ എന്ത് നമ്മുടെ കൈനറ്റിക് തിയറി എന്ന് പറയണേ. സിമ്പിൾ അല്ലേ, ഭയങ്കര സിമ്പിൾ അല്ലേ. അപ്പോൾ ഇത്രയുള്ള ചെറിയൊരു തിയറിയാണ് കൈനറ്റിക് തിയറി എന്ന് പറയണേ. സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യാം, എന്നാലേ കൂടുതൽ ക്ലാസ് ചെയ്യാൻ എനിക്കൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, മാത്രമല്ല നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.